വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 2: അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ഡാഷ്. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3: കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 4: ഒരുവനും ദൈവസന്നിധിയിൽ ഡാഷ് വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 5: യേശു ഏത് സമയത്ത് കിണറിന്റെ അരികിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 6: നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 7: ഡാഷ് ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മെതിക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചത് അവർ കണ്ട അടയാളങ്ങൾ എന്തായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9: കർത്താവിന്റെ എന്തിന്റെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്തിന്റെ അരുവികൾ ഒഴുകും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 11: മഹലോനും കിലിയോനും തമ്മിലുള്ള ബന്ധം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഹോദരൻ. ക്വസ്റ്റ്യൻ നമ്പർ 12: ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഓഹരി.
ക്വസ്റ്റ്യൻ നമ്പർ 13. 3 ദിവസം എന്ന വാക്ക് യേശുവിന്റെ ജീവിതത്തിൽ പിന്നീട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുനരുദ്ധാനം. ക്വസ്റ്റ്യൻ നമ്പർ 14. അവന്റെ പേര് എലിമലക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ എവിടെ താമസമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൊവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ഡാഷ് വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആദ്യത്തേതിലും. ക്വസ്റ്റ്യൻ നമ്പർ 16. ദൈവം തന്റെ പുത്രനെ ഏതുദ്ദേശത്താൽ ലോകത്തിലേക്ക് അയച്ചുവെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലോകം രക്ഷ പ്രാപിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 17. ദൈവം കൂടെയില്ലെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിക്കോദമോസ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. ആരുടെ കുറിച്ചാണ് ഈ വാക്ക് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ സ്നാപകൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഫിലിസ്തീയ ഡാഷ് വിളിച്ചുകൂട്ടി ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രഭുക്കന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുഖേന എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 21. യോഹന്നാൻ ആകാശത്തിൽ നിന്ന് എന്ത് കണ്ടിറങ്ങി വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാവ് പോലെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ലോകം ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. എൽക്കാന ബലിയർപ്പിക്കുന്ന ദിവസം ആർക്കൊക്കെ ഓഹരി കൊടുത്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭാര്യ പെനീനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. യേശു തന്റെ പിതാവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 26. കർത്താവിന്റെ പേടകം എത്ര മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 27. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം ഡാഷ് പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 28. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 29. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭൃത്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. ജെറുസലേമിൽ മുൻപുണ്ടായിരുന്നു എല്ലാം രാജാക്കന്മാരെക്കാളും അധികമായി എന്താണ് സമ്പാദിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 31. എന്നാൽ മനുഷ്യരിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിന്റെ ഡാഷ് ആയാണ് അത് എനിക്ക് ലഭിച്ചത്. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വെളിപാടിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ജെസ്സിയുടെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 33. റൂത്ത് എവിടെ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കി? എലിമെലകിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്ത് ചെയ്തുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിലപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 35. മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സൂര്യന് കീഴെ. ക്വസ്റ്റ്യൻ നമ്പർ 36. വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമെന്ന് റൂത്ത് അപേക്ഷിച്ചു. അപ്പോൾ മുതൽ എപ്പോൾ വരെ വിശ്രമമില്ലാതെ കാലാപെറുക്കുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി രാവിലെ മുതൽ ഇതുവരെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഈശോ നൽകുന്ന ജലത്തിന്റെ പ്രത്യേകത എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 38. യുദ്ധകളത്തിൽ വെച്ച് തന്നെ എത്രത്തോളം ആളുകളെ ഫിലിസ്തീർ വധിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4000-ഓളം. ക്വസ്റ്റ്യൻ നമ്പർ 39. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാപെറുകാൻ ഇവിടം വിട്ട് ഡാഷ് പോകണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 40. എന്തുകൊണ്ടാണ് ഈശോ യൂദയായിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 41. യഹൂദരുടെ കാപട്യത്താൽ വഴിതെറ്റിക്കപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബാർണബാസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ആരാണ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉള്ളത് എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദരിദ്രർ. ക്വസ്റ്റ്യൻ നമ്പർ 43. ആരാഴ്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്.
വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 44. ആരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു? 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വീരന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഡാഷ് രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 46. ഡാഷ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 47. എത്ര കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവം അയച്ചവൻ ആരുടെ വാക്കുകൾ സംസാരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 49. ആരുടെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എലിമലക്കിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഫിലിസ്തീർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, ഡാഷ് പേടകം നാം എന്ത് ചെയ്യണം? പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 51. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു. അപ്പോൾ അവന്റെ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 52. കാരണം അത് മിദ്യയിൽ ജനിച്ച് ഡാഷ് പോകുന്നു, അതിന്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അന്ധകാരത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഞാൻ എവിടെ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭൂമിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു എന്തിനെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 55. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഡാഷ് സേവിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമല്ലാത്തവയെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും ഡാഷ് ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 57. മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി,
സൂര്യന് കീഴെ. ക്വസ്റ്റ്യൻ നമ്പർ 58. ഡാഷ് ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മെതിക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ എന്ത് പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവയം. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശു വന്നത് എന്തുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു. കാരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 62. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 63. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ ഡാഷ് നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുടുംബജീവിതത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 64. സൂഫ് വംശജനായ എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെറോഹാം. ക്വസ്റ്റ്യൻ നമ്പർ 65. അവന്റെ ഡാഷ് കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യേശയ്യ ഇങ്ങനെ പ്രസ്താവിച്ചത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 66. ആരുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിൻ ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ എന്ത് ധരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 68. ബാലനായ സാമുവൽ എങ്ങനെയാണ് വളർന്നു വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഡാഷ് പെനീനയും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായിക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹന്നായും. ക്വസ്റ്റ്യൻ നമ്പർ 70. ഈശോ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് ഏത് ദേവാലയത്തെ കുറിച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശരീരമാകുന്ന ആലയത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 71. ആര് മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 72. താൻ ഇപ്പോഴും ആരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ താൻ ക്രിസ്തുവിന്റെ ദാസൻ ആകുകയില്ലായിരുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം
ബി മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 73. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? നവോമി ഇത് പറഞ്ഞത് ആരോടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 74. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 75. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, ആര് മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യേശുക്രിസ്തു. 76. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരിയായിട്ട് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദൈവം നിങ്ങളെ അറിയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 77. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഡാഷ് ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 78. ഏതുദ്ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശുവിനെ ഗലീലിയക്കാർ സ്വാഗതം ചെയ്തത് എവിടെ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. നിങ്ങൾ ഡാഷ് കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മക്കളായത്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഈശോയുടെ അടയാളം ആവശ്യപ്പെട്ടത് ആര്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 82. സാമുവൽ എങ്ങോട്ടാണ് മടങ്ങിപ്പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 83. സമരിയാക്കാർ പിന്നീട് പറഞ്ഞു, അവൻ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യഥാർത്ഥ ലോകരക്ഷകൻ. ക്വസ്റ്റ്യൻ നമ്പർ 84. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അത് കേൾക്കുന്നവന്റെ ദാസ് തരിച്ചു പോകും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇരുചെവികളും. ക്വസ്റ്റ്യൻ നമ്പർ 85. യേശു യാക്കോബിന്റെ കിണറിനരികിൽ ഇരുന്നത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 6-ാം മണിക്കൂറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 86. ഈശോ നൽകുന്ന ജലത്തിന്റെ പ്രത്യേകത എന്ത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 87. ദൈവം തന്റെ പുത്രനെ അയച്ചതിന്റെ ഉദ്ദേശം എത്ര ഉദ്ദേശങ്ങളായി പറയപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2. ക്വസ്റ്റ്യൻ നമ്പർ 88. എൽക്കാനയുടെ ഭാര്യമാരുടെ പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹന്നായും പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 89. യഥാർത്ഥ വെളിച്ചം എവിടേക്കാണ് വരുന്നത്? യോഹന്നാൻ
1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 90. ദൈവത്തിന്റെ പ്രവൃത്തികൾ ശാശ്വതമാണ്. അത് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. ഇപ്രകാരം ദൈവം ചെയ്തത് എന്തിനാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിന് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 91. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഡാഷ് ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഷിമിയോന്റെ പിതാവിന്റെ പേര് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 93. മനുഷ്യ മനസ്സിൽ അവിടുന്ന് എന്ത് നിക്ഷേപിച്ചിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ക്വസ്റ്റ്യൻ നമ്പർ 94. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എവിടെയായാണ് ജനിക്കേണ്ടത് എന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജലത്താലും ആത്മാവിനാലും. ക്വസ്റ്റ്യൻ നമ്പർ 95. യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ആരുടെ വാക്കുകൾ കേട്ടുവെന്ന് പറയുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 96. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ഡാഷ് ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 97. യേശു വന്നതറിഞ്ഞ് ലാസറിന്റെ സഹോദരിമാരിൽ ആദ്യം യേശുവിന്റെ അടുത്തെത്തിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരുടെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 99. നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടാൻ. ക്വസ്റ്റ്യൻ നമ്പർ 100. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൃഷ്ടിയുടെ തുടക്കം. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ്
എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.